ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു കുട്ടിക്കഥയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സുബൽ ചന്ദും സുശീൽ ചന്ദും എന്നാണ് ഈ കഥയുടെ പേര്. നോബൽ സമ്മാന ജേതാവായ ശ്രീ രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യ പേജിൽ തന്നെ രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി ചെറുതായി നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത് വളരെ ചെറിയൊരു കഥയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വായിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ, അത്യാവശ്യം വായിക്കാനൊക്കെ അറിയാവുന്ന കുട്ടികൾക്ക് ഒറ്റയ്ക്ക് വായിക്കാവുന്നതാണ്. വായിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പം ഇരുന്ന് വായിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഥയ്ക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതൊരു വായിക്കാൻ നല്ല താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് അവർക്ക് ഈ കഥയെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കും. എൻ്റെ മോൾക്ക് ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ 2 ദിവസം കൊണ്ട് ഈ കഥ വായിച്ച് തീർത്തു. ഇതിൽ തമാശയൊക്കെ അവൾ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവൾ. ഞാൻ ഇതിന് മുന്നേ ഒരു കൃതിയെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി ലളിതമാണെന്നാണ് അവൾ പറഞ്ഞത്. അവൾക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വായിച്ച് തീർന്ന കാരണം ഞങ്ങൾ അടുത്ത പുസ്തകം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനത്തെ കൃതികളൊക്കെ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വായനയോട് താല്പര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്നാൽ ശരി, ഞങ്ങൾ അടുത്ത പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ബൈ.